ഭൂപാലകരെ, നീതിയെ സ്നേഹിക്കുവിൻ. കളങ്കമന്യേ കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുവിൻ. നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. ഇത് ജ്ഞാനം പുസ്തകത്തിനുള്ള വായനയാണ്. 1-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ്. വചനം പറയും, നമുക്ക് ശ്രദ്ധിച്ചാലോ. ഒരുവൻ്റെ തീരുമാനങ്ങളുടെയും പ്രവൃത്തികളുടെയും സത്യദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നിയന്ത്രിക്കാൻ കഴിവുറ്റ ജീവിത ദർശനത്തിനാണ് നീതി എന്ന് പറയുക. ദൈവം നീതിമാനാണ്. നീതി പ്രവർത്തിച്ചുകൊണ്ട് നീതിമാനായ ദൈവത്തിലെത്തിച്ചേർന്ന് ദൈവത്തോടൊത്ത് അമർത്യനായിത്തീരുകയാണ് അഭികാമ്യമെന്നത് ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രധാന ചിന്തയാണ്. ദൈവഛായയായ ഓരോ മനുഷ്യനും ഭൂമിയുടെ ഭരണാധികാരിയാണ്. നന്മയെ പിൻചെല്ലുക, തിന്മയെ ഉപേക്ഷിക്കുക എന്നത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. ജ്ഞാനത്തിൻ്റെയും നീതിയുടെയും വഴിയിലൂടെ മുന്നേറുന്നവൻ നിത്യവും ജീവിക്കും. നീതി എന്നത് ദൈവവുമായുള്ള ശാശ്വതമായ ബന്ധമാണ്. ജ്ഞാനഗ്രന്ഥം പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ്. കർത്താവേ, സകലത്തിനും അങ്ങയുടെ അക്ഷയമായ ആത്മാവ് കുടികൊള്ളുന്നു. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ ആത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ദിവ്യാത്മാവേ, ദൈവിക ശക്തിയായ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. രാപ്പകൽ ഞങ്ങൾ അങ്ങയെ ധ്യാനിക്കട്ടെ. വ്യക്തിപരമായി ഞങ്ങളോട് സംസാരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങയെ പ്രപഞ്ചത്തിലെയും വ്യക്തിജീവിതത്തിലെയും ഞങ്ങൾ കണ്ടെത്തട്ടെ. അങ്ങനെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. കർത്താവായ ദൈവമേ, നീതി പ്രവർത്തിച്ചുകൊണ്ട് നീതിമാനായ അങ്ങയിൽ എത്തിച്ചേർന്ന് അങ്ങയോടൊത്ത് ഞങ്ങളും അമർത്യരായിത്തീരട്ടെ. വായന എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ബൈ.